പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനും അഘോരി സന്യാസിയുമായ ബാവയുടെ പ്രവചനം ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. ജൂൺ മാസത്തെക്കുറിച്ച് അഘോരി ബാവ പ്രവചിച്ചിരിക്കുന്ന ഒരു പ്രവചനം, അതിൻ്റെ ഏതാനും കുറച്ച് ഭാഗങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് നോക്കാം. മേടം രാശിയിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകർക്ക് ജൂൺ മാസത്തിലെ ഫലം എന്തൊക്കെയെന്ന്. സകല ദോഷങ്ങളും അവസാനിച്ചുകൊണ്ട് ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിലും മുന്നേറ്റം നടത്താൻ സാധിക്കുന്നൊരു സമയം തന്നെയാണ് മേടക്കൂറുകാർക്ക്. സാമ്പത്തികപരമായിട്ട് ഏറെ പുരോഗതി കൈവരിക്കുന്ന കാലഘട്ടം ആയതുകൊണ്ട് മറ്റുള്ളവർ വിശ്വാസവഞ്ചനകൾ കാണിക്കാൻ സാധ്യതകൾ കൂടുതലാണ്, ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ വളരെ മുന്നോക്കം നിൽക്കുന്നൊരു മാസം കൂടിയാണ് ജൂൺ മാസം. മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരുടെ പിന്തുണയും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ്. ഇവരുമായിട്ടുള്ള ബന്ധങ്ങൾ ഊഷ്മളമായി നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. പുതിയ ഗൃഹനിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ മാറിവരും. വലിയ മനക്ലേശങ്ങൾക്ക് ഇടയാകാതിരിക്കാൻ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പുതിയ വാഹനം മേടിക്കാനോ പഴയത് മാറ്റി വാങ്ങാനോ അവസരങ്ങൾ ഉണ്ടാകും. ചെറിയ തോതിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം ലഭ്യമാകുന്നതിൻ്റെ ആദ്യ ചലനങ്ങൾ ഈ ജൂൺ മാസത്തിൽ ദൃശ്യമാകും. കലാകായിക സാഹിത്യ മേഖലയിൽ വലിയ നേട്ടങ്ങൾ കൈവരുന്നതിൻ്റെ തുടക്കവും ഉണ്ടാകുന്നതാണ്. ശാസ്ത്രമേഖലയിൽ ഉള്ളവർക്ക് മനസംതൃപ്തി വർദ്ധിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വ്യാഴാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കുക. ഭാഗവതം, നാരായണീയം, വിഷ്ണു സഹസ്രനാമം ഇവയിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിത്യേന പാരായണം ചെയ്യുക. ഇനി ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഇവരുടെ മൊത്തത്തിൽ അലട്ടിക്കൊണ്ടിരുന്ന ചില രോഗങ്ങൾ, അതിന് ശമനം വരുന്നൊരു മാസമാണ് ജൂൺ മാസം. രോഗികൾക്ക് യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ചികിത്സ ലഭിക്കുകയും രോഗമുക്തിക്കും സാധ്യതയുണ്ട്. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് സമൃദ്ധിയും യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങളും മാറിക്കിട്ടും. വൈവാഹിക ബന്ധങ്ങൾ, ദാമ്പത്യം എന്നിവ കെട്ടുറപ്പോടെ നിലനിർത്താൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അവിവാഹിതർക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നൊരു സമയം കൂടിയാണ് ഈ ജൂൺ മാസം. അതുപോലെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ട്. വ്യവസായികൾക്കും കച്ചവടക്കാർക്കും അപ്രതീക്ഷിത സാമ്പത്തിക ലാഭങ്ങൾ വന്നു ചേരും. ഇത് വേണ്ട രീതിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ വന്നതുപോലെ തന്നെ കൈവിട്ടു പോകാനും സാധ്യതകൾ കൂടുതലാണ്. പുതിയ ഗൃഹനിർമ്മാണത്തിന് ഈ സമയത്ത് ആലോചിച്ചാൽ അതിൻ്റെ പണി വളരെ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും. കാലങ്ങളായി കർമ്മതടസ്സം നേരിട്ടവർക്ക് തൊഴിൽ ലഭ്യത ഉണ്ടാകും. സ്ഥാനക്കയറ്റങ്ങൾക്കും ശ്രമിക്കാവുന്നതാണ്. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ നടക്കും. ശരീരത്തിൽ രോഗഭീതി വരുമെങ്കിലും അത് സുഖപ്പെടും. മൂത്രാശയ രോഗങ്ങൾ, ഉദരരോഗങ്ങൾ, പ്രമേഹജന്യ രോഗങ്ങൾ എന്നിവ കൂടുതൽ ശ്രദ്ധിക്കണം. തലവേദന, സന്ധികളിൽ വേദന എന്നിവ സമയത്തിൻ്റെ പ്രശ്നം മാത്രമാണെന്ന് മനസ്സിലാക്കുന്നത് ഇവർക്ക് നല്ലതാണ്. ഇവർ ദോഷപരിഹാരമായിട്ട് ഗുരുവാര വ്രതം, ശനിയാഴ്ച വ്രതം എന്നിവ അനുഷ്ഠിച്ച് യഥാക്രമം വിഷ്ണു ഭജനം, ശനീശ്വര ഭജനം എന്നിവ നടത്തി പ്രാർത്ഥിക്കണം. ഇനി മിഥുനക്കൂറിൽ മകയിരം, അതുപോലെ തന്നെ തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ കുറിച്ചൊന്ന് നോക്കാം.
പൊതുവെ നല്ല സമയമാണ്. ഇവരുടെ ജീവിതത്തിൽ പോയ സമയങ്ങളിൽ അനുഭവിച്ച എല്ലാ പ്രതിസന്ധികൾക്കും മിഥുനക്കൂറുകാർക്ക് അയവുകൾ പ്രതീക്ഷിക്കാം. കുഞ്ഞുങ്ങളിൽ അസുഖങ്ങൾ സുഖപ്പെടാനും വിദ്യാർത്ഥികളിൽ പഠന മികവിനും സാധ്യത കാണുന്നുണ്ട്. വാഹനങ്ങളിൽ നിന്നുള്ള അപകടങ്ങൾ ഒഴിവാകും. ചെറിയ മക്കളിൽ നാവേറുകളും നീർദോഷം പോലുള്ള പ്രശ്നങ്ങളും കാരണം സമാധാനമായിരിക്കാൻ സാധിക്കുകയില്ല. നേരിയ കാരണങ്ങൾ കൊണ്ട് വളരെ വലിയ ലാഭങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. ധനപരമായും വസ്തുവകകൾ ഹേതുകവുമായിട്ടുള്ള നിയമ പോരാട്ടങ്ങൾ ആവശ്യമായിട്ട് വന്നേക്കാം. വിദ്യാർത്ഥികളിൽ തടസ്സങ്ങൾ നേരിടുമെങ്കിലും അത് പരിഹരിക്കപ്പെടും. വലിയ ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടാം. ഉദ്യോഗാർത്ഥികൾ കൂടുതൽ അവസരങ്ങൾക്കായിട്ട് കാത്തു നിൽക്കാതെ കർമ്മനിരതയായി ലഭ്യമായ തൊഴിലുകൾ നല്ലതുപോലെ ആത്മാർത്ഥമായി ചെയ്യുകയും മനസ്സിൽ ആഗ്രഹിച്ചതായ കർമ്മത്തിനു വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. മിഥുനക്കൂറിലെ മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുക. വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക്, തുളസിമാല, പായസം എന്നിവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചിങ്ങക്കൂറിൽ മകം, പൂരം, ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. കർമ്മസംബന്ധമായ ഉയർച്ചകൾ, പാരിതോഷികങ്ങൾ എന്നിവ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകും. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കണം. രേഖാപരമായ കാര്യങ്ങൾ, ബാങ്ക് ഇടപാടുകൾ എന്നിവ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. പ്രിയപ്പെട്ടവരെ കാണുവാനും സന്തോഷം പങ്കുവെക്കുവാനും അവസരം ലഭിക്കും. നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കും. യാത്രകൾ ശുഭവും ഫലപ്രദവും ആകും. കർഷകർക്കും കലാകാരന്മാർക്കും പൊതുവെ മെച്ചപ്പെട്ട ഫലങ്ങൾ ഉണ്ടാകും. മുടങ്ങി നിൽക്കുന്ന വിദേശയാത്രകൾ തടസ്സങ്ങൾ നീങ്ങി നല്ല രീതിയിൽ ശുഭമായി നടക്കും. കാലുകൾക്കും ഉദരത്തിനും ചെറിയ അസുഖങ്ങളും വേദനയും അനുഭവപ്പെടുമെങ്കിലും ഭയപ്പെടേണ്ടതില്ല. ആയുധങ്ങൾ, മറ്റിരുമ്പ് കൊണ്ടുള്ള വസ്തുക്കൾ, യന്ത്രങ്ങൾ എന്നിവയിൽ നിന്നൊക്കെയുള്ള അപകടങ്ങൾ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം. പുതിയ ഗൃഹങ്ങൾ നിർമ്മിക്കുവാനോ വാങ്ങുവാനോ പറ്റിയ സമയമാണ്. ധനവിനിയോഗം കാര്യക്ഷമവും ശ്രദ്ധാപൂർവവും ആക്കുക. പ്രണയിക്കുന്നവർക്ക് ഇഷ്ടപ്രാപ്തിക്കും സാധ്യതകൾ കാണുന്നുണ്ട്. ഇനി കന്നിക്കൂറിൽ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകർക്ക് ചിങ്ങമാസത്തിലെ ഫലം എന്തൊക്കെയാണെന്ന് വിശദമായിട്ടൊന്ന് നോക്കാം. പൊതുവെ ഈശ്വരാധീനം ഉള്ള സമയമായതുകൊണ്ട് കാര്യങ്ങൾ എല്ലാം പ്രതീക്ഷയ്ക്കൊത്ത് നടക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സമയബന്ധിതമായി എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് നല്ലതാണ്. മത്സര പരീക്ഷകളിലും തൊഴിൽ അന്വേഷണങ്ങളിലും മനസ്സംതൃപ്തി വർദ്ധിക്കും. സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുവാനും നഷ്ടപ്പെട്ടവ തിരികെ വരുന്നതിനുമുള്ള വഴികൾ തുറക്കുന്നതും കാണുവാൻ ഈ ദിവസങ്ങളിൽ സാധിക്കും. കുഞ്ഞുങ്ങളിൽ രോഗങ്ങളും മറ്റ് ശാരീരികവും മാനസികവുമായ വൈഷമ്യങ്ങളും ധാരാളമായി ഉണ്ടാകുമെങ്കിലും ഭയപ്പെടേണ്ടതില്ല. വാഹനങ്ങൾ, നാൽക്കാലികൾ എന്നിവയെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കേണ്ട സമയമാണ്. കന്നിക്കൂറിലെ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് നിത്യേന നാമജപം നടത്തേണ്ടതാണ്. രാമനാമം, പഞ്ചാക്ഷരി മന്ത്രം എന്നിവ ജപിച്ച് ശിവഭഗവാനെയും ശ്രീരാമസ്വാമിയെയും പ്രീതിപ്പെടുത്തുന്നത് വേഗം തന്നെ ഇവർക്ക് ദോഷശാന്തി നൽകുന്നതായിരിക്കും. ഇനി അടുത്ത രാശിക്കാരായ തുലാക്കൂറിലെ ചിത്തിര നക്ഷത്ര ജാതകർ 3-4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഭാവയുടെ പ്രവചനത്തിൽ പറയുന്നത് തുലാക്കൂറുകാർക്ക് ജൂൺ മാസം അത്യാപത്തുകൾ ഉള്ള സമയം ഒന്നുമല്ല. ഇവരുടെ ജീവിതത്തിൽ ചില പുതിയ കാര്യങ്ങൾ നടത്താൻ പറ്റിയ സമയം തന്നെയാണ്. പുതിയ ചിന്തകൾക്കും തുടക്കങ്ങൾക്കും സാധ്യതകൾ ഉണ്ട്. വാഹനങ്ങൾ, കന്നുകാലികൾ, കൃഷി, വ്യവസായം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ പുഷ്ടി പ്രാപിക്കും. പ്രകൃതിക്ഷോഭം മൂലം ഉള്ള നാശനഷ്ടങ്ങളിൽ നിന്നും അത്ഭുതകരമായിട്ട് ഈ സമയത്ത് രക്ഷപ്പെടുകയും ചെയ്യും. ആരോഗ്യ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഭൂമി സംബന്ധമായ വ്യവഹാരങ്ങൾ, തർക്കങ്ങൾ, ആപത്തുകൾ എന്നിവയൊക്കെ മാറിക്കിട്ടും. വിദ്യയിൽ തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. വാണിജ്യ മേഖല മുമ്പില്ലാത്ത വണ്ണം ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഗവൺമെൻറ്റിൽ നിന്ന് ചില സഹായം ലഭിക്കും.
കൂട്ടുകച്ചവടത്തിൽ തെറ്റിദ്ധാരണകൾ ഉടലെടുക്കാതെ ശ്രദ്ധിക്കണം. ഗൃഹനിർമ്മാണത്തിനും ഭൂമി സംബന്ധമായ കൊടുക്കൽ വാങ്ങലുകൾക്കും പറ്റിയ സമയമാണ്. തുലാക്കൂറുകാർ ദോഷപരിഹാരമായിട്ട് സുബ്രഹ്മണ്യ ഭജനം, ശാസ്താ ഭജനം, ശനീശ്വര ഭജനം എന്നിവ മുടങ്ങാതെ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.